ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. തിയേറ്ററുകളിൽ നിന്ന് വെറും 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ മാത്രം 1,25,00,000, ലോകമെമ്പാടും നിന്നും 1,50,00,000 മുകളിലുള്ള കളക്ഷൻ നേടിയെടുത്ത് മികച്ചൊരു തുടക്കം നേടിയെടുത്ത 2000-ൽ പരാജയപ്പെട്ട സിനിമയാണല്ലോ ദേവദൂതൻ. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു റീ റിലീസ് ചിത്രം സ്ഫടികത്തിന് പിന്നാലെ ഇപ്പോഴത്തെ ദേവദൂതൻ പോലൊരു മ്യൂസിക്കൽ, റൊമാന്റിക്, ഹൊറർ, ത്രില്ലർ, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ റീ റിലീസ് തരംഗം കൂടുതൽ സിനിമകളുടെ റീ റിലീസ് തിയേറ്ററുകളിൽ കാണാനായിട്ട് കൂടുതൽ പ്രേക്ഷകർ അതോടൊപ്പം തന്നെ കൂടുതൽ സിനിമകൾ റീ റിലീസ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരെയും പ്രാപ്തരാക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ് എന്നീ സിനിമകൾക്ക് പിന്നാലെ ഇനിയും ലാലേട്ടൻ സിനിമകളുടെ റീ റിലീസുകൾ നടക്കാനായിട്ടിരിക്കുകയാണ്. ഏതൊക്കെ സിനിമകളുടെ റീ റിലീസാണ് ഇനി പ്രേക്ഷകർക്ക് താല്പര്യമെന്ന് ചോദിച്ചാൽ പലരും പറയാറുള്ള ലാലേട്ടൻ സിനിമകളാണ് ഗുരു, കാലാപാനി. ഇതിൽ ഗുരുവിന്റെ കാര്യം നിലവിൽ തീരുമാനമായിട്ടില്ല എങ്കിലും കാലാപാനി എന്ന സിനിമ റീ റിലീസ് ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. എപ്പോൾ റിലീസ് ചെയ്യുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതിനിടയിൽ സിബി മലയിലിന്റെ തന്നെ കിരീടം എന്ന സിനിമ ഒട്ടനേകം തവണ ഏഷ്യാനെറ്റിലെല്ലാം തന്നെ സംപ്രേഷണം ചെയ്ത സിനിമയും റീ റിലീസിനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ദേവദൂതൻ പ്രൊമോഷൻ വേളയിൽ സിബി മലയിൽ കിരീടം റീ റിലീസിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടില്ല എങ്കിൽ പോലും അതിന് സാധ്യതകൾ ഏറുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഒരുപക്ഷെ ദേവദൂതന്റെ വിജയം സിബി മലയിലിനെ തന്നെ ദശരഥം, സതയം പോലെയുള്ള സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിൽ ഇനിയും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സിനിമ ഏതെന്ന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തു. അടുത്തതായിട്ട് മലയാളത്തിൽ റീ റിലീസിനായിട്ട് ഒരുങ്ങുകയാണല്ലോ ചിങ്ങം 1 എത്തുകയാണല്ലോ മണിച്ചിത്രത്താഴ്. സിനിമയുടെ ട്രെയിലർ ദേവദൂതനോടൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ വലിയൊരു ആരവമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ സ്ഫടികം, ദേവദൂതൻ എന്നീ സിനിമകളെക്കാൾ തിയേറ്ററുകളിൽ തരംഗമാകാനും ഒപ്പം തന്നെ ഈ പറഞ്ഞ സിനിമകളുടെ എല്ലാം തന്നെ കളക്ഷൻ കടത്തിവെട്ടാനും സാധ്യതയുള്ള സിനിമയായിട്ടാണ് മണിച്ചിത്രത്താഴിനെ നാം കണക്കാക്കുന്നത്. 5 കോടി രൂപയ്ക്ക് മുകളിലെ ഫൈനൽ കളക്ഷൻ വന്നാൽ പോലും അത്ഭുതപ്പെടാനായിട്ടില്ല. എന്തായാലും ഓഗസ്റ്റ് 17-ന് സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള സിനിമകളുടെ റീ റിലീസ് വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.